ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. ചിലയിടങ്ങളിൽ രാത്രി മഴ പെയ്തിരുന്നു. ചെങ്ങന്നൂരിലടക്കം വെള്ളം കയറിയ ഇടങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നില്ല എന്നത് ആശ്വാസകരമാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മാങ്കൊമ്പിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. രഘുനാഥ് നാരായണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, ഗുഡ് മോർണിംഗ്. രഘു, എവിടെയാണ് നിൽക്കുന്നത്? അവിടെ എന്താണ് സ്ഥിതി? മങ്കൊമ്പിൽ നിന്ന് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് വരുമ്പോൾ മാമ്പുഴക്കരി എന്നുള്ളൊരു സ്ഥലത്താണ്. മങ്കൊമ്പിനേക്കാൾ കൂടുതൽ വെള്ളമുണ്ട്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററോളം സ്ട്രെച്ചിൽ AC റോഡിൽ വെള്ളം ഇങ്ങനെ കയറി കിടക്കുകയാണ്. പക്ഷേ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ചില വാഹനങ്ങൾ, ബൈക്കും ചെറിയ കാറുകളൊക്കെ ചിലപ്പോൾ ഈ വെള്ളം കയറി നിന്നു പോകുന്നുണ്ട്. അതൊക്കെ ഈ വരുന്നവരുടെ ഒരു ഭാഗ്യം പോലൊക്കെ ഇരിക്കും. ഇതാണ് പൊതുവേ കുട്ടനാട്ടിലെ വാഹനങ്ങളുടെ അല്ലെങ്കിൽ വഴികളുടെയൊക്കെ ഒരു അവസ്ഥ. AC റോഡ് പലപ്പോഴും ഈ AC റോഡിൻ്റെ വശങ്ങളിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാം. ഇതാണ് AC റോഡിൻ്റെ ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ എന്ന് പറയുന്ന ഇതൊരു കനാലാണിത്. വെള്ളം ഒഴുകി പോകുന്ന കനാലാണ്. അതിൻ്റെ അപ്പുറത്തെ കരയിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. വീടുകളിലൊക്കെ വെള്ളമുണ്ട്. നിരവധി വീടുകൾ, 10,000-കണക്കിന് വീടുകളിലാണ് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാടൻ മേഖലയിലൊക്കെ വെള്ളം കയറിയിരുന്നത്. പക്ഷേ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർഷത്തിൽ പലതവണ ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങി പോകുന്ന ആയതുകൊണ്ട് അവർക്കത് വലിയ പ്രശ്നമല്ല. വെള്ളത്തിനോടൊക്കെ അല്ലെങ്കിൽ ആ വെള്ളക്കെട്ടിനോടൊക്കെ ബന്ധപ്പെട്ടവരങ്ങ് കഴിഞ്ഞു പോകും. ചേട്ടാ, വെള്ളം എങ്ങനെയുണ്ട്? റോഡിലൊക്കെ കൂടുതലാണോ? വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തേക്കുള്ളൊക്കെ വളരെ കൂടി. കഴിഞ്ഞ വർഷം ഈ റോഡിലെ സൈഡിൽ ചേർന്ന അവിടെ മാത്രം താഴ്ച ശകലത്തുള്ളൂ കയറിയുള്ളൂ. ഈ വണ്ടി ഇത്ര കയറിയപ്പോൾ നെടുതികളെ കയറിയിരിക്കും മൊത്തം. ഒരിക്കലും വെള്ളം കയറത്തില്ലെന്ന് പറഞ്ഞു. അതെ, ഒരിക്കലും വെള്ളം കയറിയില്ല. ഞറോടാ വെള്ളം കയറി തുടങ്ങി, മൊത്തം കയറി. ഓരോ മുഴുവൻ കാശ് പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള അവിടെ. എന്തായാലും കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതുപോലെ റോഡ് നല്ല മികച്ച രീതിയിലാണ് പണിതിരിക്കുന്നത്. നമ്മൾ ചില അനാവശ്യമായ അവകാശവാദങ്ങൾ പറയുന്നതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. ഒരിക്കലും വെള്ളം കയറില്ല എന്നൊന്നും പറയാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ളൊരു നിർമ്മാണം നടത്തണമായിരുന്നു. പക്ഷേ AC റോഡിലും വെള്ളമുണ്ട്. മാത്രവുമല്ല, ആലപ്പുഴ അമ്പലപ്പുഴ തിരുവല്ല റോഡ് അടഞ്ഞു കിടക്കുകയായതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഇതുവഴിയാണ് കടന്നു വരുന്നത്. ചേട്ടാ, ഇന്നലത്തെക്കാളും വെള്ളം കൂടുതലാണോ? നല്ല പോലെ ഇന്നലെ ഇവിടെ ഒന്നും വെള്ളം പോലും ഇല്ലായിരുന്നു. ഇപ്പം മൊത്തം വെള്ളം ഇത് കാണാമല്ലോ. നിങ്ങളുടെ വീട്ടിലൊക്കെ കയറിയോ? വീടല്ലെന്നാണ് പറഞ്ഞ് മുട്ടറ്റും വെള്ളമുണ്ട്. ഇപ്പോൾ ക്യാമ്പിലോട്ട് മാറണം. എല്ലാവരും വേറെ വീട്ടിലേക്കൊക്കെ മാറ്റി താമസിപ്പിക്കുക. ഇത്തവണ ആദ്യമായിട്ടാണ് വെള്ളം വരുന്നത്? ഈ റോഡ് വന്നിട്ട് ആദ്യമായിട്ടാണ് വെള്ളം വരുന്നത്. എങ്ങനെയുണ്ട്? ഇത് വെള്ളം ഭയങ്കര കൂടുതലാണ്. ഇത് രാവിലത്തെക്കാളും കൂടുതലാണ് വെള്ളം. മാറുന്നില്ല, കൂടുതലാണ് വെള്ളം. അല്ല, വീട്ടിൽ നിന്ന് പറഞ്ഞ വീട്ടിലെ ആൾക്കാരെല്ലാം മാറ്റി. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മാറാൻ പറ്റത്തില്ല. നമ്മുടെ സൗണ്ടിൻ്റെ സാധനവും എല്ലാം ഇവിടെ തന്നെ. അപ്പോൾ അത് പൊക്കി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം എങ്ങനെയാണെന്നറിയാതെ നമുക്ക് ഇവിടുന്ന് മാറാൻ പറ്റത്തില്ല. 2018 പോലൊക്കെ ആവുന്നുള്ള ടെൻഷനുണ്ടോ? ഏകദേശം അതുപോലൊക്കെ ആയി വരുന്നു. നല്ല ടെൻഷനുണ്ട് അതിൻ്റെ. പൊതുവേ ഈ 2018 പ്രളയത്തിന് ശേഷം ആളുകൾക്ക് വലിയ ആശങ്കയാണ്. കാരണം നമ്മൾ പലപ്പോഴും ആളുകളോടൊക്കെ ഈ വെള്ളക്കെട്ട് നിൽക്കുന്ന വീടുകളിൽ നിന്നൊക്കെ മാറാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കുമ്പോൾ പല ആളുകളും പോകാത്തതിൻ്റെ ഒരു കാരണം ഇത്. അവരുടെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും അവിടെ ഉണ്ടാവും. വീടിനകത്താവുമ്പോൾ നമുക്കറിയാം, ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, ആഭരണങ്ങൾ ഉണ്ടാവും, പണം ഉണ്ടാവും. അതൊക്കെ ഉപേക്ഷിച്ച് പെട്ടെന്ന് ഇറങ്ങി പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തിലെ ബാക്കിയിടങ്ങളിലൊക്കെ ചിലപ്പോൾ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ 2 തവണയെങ്കിലും ഇതായിരിക്കും അവരുടെ അവസ്ഥ. വീടിനകത്ത് വെള്ളം കയറും, വീടിന് പുറത്ത് അരയേറ്റോളം വെള്ളമുണ്ടാവും. പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്തായാലും അങ്ങനെ ഒരു വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്ന 2018 പ്രളയത്തിലൊക്കെ പോലെ വീടിൻ്റെ മുകളിലൂടെ വെള്ളം കയറി ഇറങ്ങി പോകുന്ന ഒരവസ്ഥ നിലവിലില്ല. പക്ഷേ ആ കിഴക്കൻ വെള്ളം പമ്പയിലൂടെയും അച്ചൻകോവിലാറ്റിലൂടെയും മണിമലയാറ്റിലൂടെയും ഒക്കെ വരുന്ന വെള്ളം ഒഴുകിപ്പോകേണ്ടത് കുട്ടനാട്ടിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ പമ്പയും അച്ചൻകോവിലാറും ഒക്കെ കര കവിഞ്ഞ് അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാക്കും.